चित्रिता यात्मन परमपावनी कला सा शिवानि विदधातु शारदा शारदेन्दु किरणोज्ज्वलाकृति। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര വിചാരം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 11ാമത്തെ സൂത്രമാണ് വിചാരം ചെയ്യേണ്ടത്. ഏകദേശം വേദാന്ത സൂത്രം എന്ന കൃതിയുടെ മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നു നാം. നമ്മുടെ ഈ യാത്രയ്ക്ക് അനുഗ്രഹമായി കടാക്ഷമായി ഒരു കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിത് നമ്മുടെ ഈ യാത്ര സുഖകരമാകുന്നത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ സത്സംഗങ്ങളും മഹാഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ്. ഒന്നാമത്തെ വേദാന്ത സൂത്ര കൃതിയുടെ ഒന്നാമത്തെ സൂത്രം കൊണ്ട് പറയുന്നത്, നമ്മൾ 10 സൂത്രങ്ങളിലായി എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ, ഒന്നാം സൂത്രം കൊണ്ട് അധ യദാത്മനോ ജിജ്ഞാസുസ്തതിതം ബ്രഹ്മൈവാഹം. ഈ ക്ലാസ്സിൽ ഇടക്ക് വെച്ച് ജോയിൻ ആയവർക്കും അതുപോലെ ഇത്രയും വരെയും പഠിച്ചവർക്ക് നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ വേദാന്ത സൂത്രത്തിന്റെ ഗ്രന്ഥം എടുത്തു വയ്ക്കുക, അതിൽ ഓരോ സൂത്രവും ഒന്ന് വായിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലേക്ക് ഒന്ന് ചിന്ത ചെയ്യുകയും ചെയ്യുക. ഒന്നാമത്തെ സൂത്രം അധ യദാത്മനോ ജിജ്ഞാസുസ്തതിതം ബ്രഹ്മൈവാഹം എന്നുള്ളതാണ്. ഇവിടെ
ഒരു ജിജ്ഞാസു ഈ ഭൗതിക ജീവിതത്തില് തന്റെ ശരീരം കൊണ്ടോ ഈ പ്രപഞ്ചം കൊണ്ടോ ഈ ലോക ജീവിതത്തിൽ കാര്യമായതൊന്നും നേടാനില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സത്ശിഷ്യൻ, ജിജ്ഞാസു, ദൃഢബോധനല്ല, ജിജ്ഞാസു. അതാണ് അധ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെ? സാധനാ ചതുഷ്ടയ സമ്പത്തി അനന്തരം ഒരു ജിജ്ഞാസുവിന് വേണ്ട, ഒരു ശിഷ്യന് വേണ്ടതായ യോഗ്യതകൾ കരഗതമായി ആകുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുള്ളൂ. അതിനുശേഷം പറയാണ്, ഇനി ഒന്നാമത്തെ സൂത്രം പറയുമ്പോൾ, ഇനി യാതൊന്നിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണോ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹമുള്ളവനായിരിക്കുന്നത്? എന്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള ആ ഒരു അനുഭവം എനിക്ക് ഉറയ്ക്കണം. നിത്യാനിത്യ വസ്തു വിവേകം വന്നു, നിത്യവസ്തു ഏതെന്നൊക്കെ അറിയാം. അപ്പോ ആ നിത്യവസ്തുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി, അതാണ് യാതൊന്നിനെ ലക്ഷ്യമാക്കിയാണോ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹമുള്ളവനായിരിക്കുന്നത്. എന്തിനാണ് ആത്മാവിനെ അറിയാൻ ആഗ്രഹമുള്ളവനായി മാറിയത്? ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന അറിവ് ദൃഢമാക്കാൻ വേണ്ടിയാണ്. തദിദം ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന ആ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹമുള്ളവനായിരിക്കുന്നത്. അതിന് ഒരു ഗുരുവിന്റെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കുന്ന വിദ്യയും അറിയുന്ന വിദ്യയും നമ്മളിൽ പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ ആ പരമസത്യത്തെ കേൾക്കണം. അപ്പോൾ അതിനുശേഷം അടുത്ത സൂത്രം കൊണ്ട് ചോദിക്കുകയാണ്, കിം തസ്യ ലക്ഷണം അസ്യച്ച കതി ഗണനയേതി. ഞാൻ ബ്രഹ്മം തന്നെ ആകുന്നു എന്നറിഞ്ഞു. ഇനി ആ പരമസത്യത്തിന്റെ, ആ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? തസ്യ, ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ ലക്ഷണം കിം, എന്താണ്? അസ്യച്ച കതി ഗണനയേതി. ഗണന, പരിഗണന, അല്ലെ? ഏതെല്ലാം നിലപാടുകളിൽ നിന്നുകൊണ്ട്, ഏതെല്ലാം ഗണനകളിൽ നിന്നുകൊണ്ട് അതിനെ നമുക്ക് പരിഗണന ചെയ്യാം. നമ്മളിപ്പോ ജീവനുണ്ട്, ബ്രഹ്മമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവാത്മാവും പരമാത്മാവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ശ്രുതികളിലൂടെയും ഉപനിഷത്തുകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശിഷ്യൻ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഏതെല്ലാം നിലപാടുകളിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പരിഗണന നമുക്ക് സാധ്യമാണ്? എങ്ങനെയൊക്കെ ഈ ബ്രഹ്മത്തെ നമുക്ക് പരിഗണന ചെയ്യാം എന്ന് ചോദിക്കാം. അപ്പോൾ ഗുരു പറയുകയാണ്, യാതൊരു ശിഷ്യന് യാതൊരു സംശയവും വരാതിരിക്കത്തക്ക തരത്തിൽ ദൃഢചിത്തനാക്കുന്നതിനു വേണ്ടി, ദൃഢബോധനാക്കുന്നതിനു വേണ്ടി പറയാണ്, തജ്യോതിഹി, നീ അറിയാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മം ജ്യോതിസ്വരൂപമാകുന്നു, പ്രകാശമാകുന്നു. ഉപനിഷത്തുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവര് അതിനെ പറയുന്നത്, പറയാൻ മറ്റു വാക്കുകൊണ്ട് പറയാനാവാത്ത ആ സത്യത്തെ പറയുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രകാശം എന്ന് തന്നെയാണ്. ജ്യോതിഹി, ഉപനിഷത്ത് ഋഷീശ്വരനായ ഗുരുവും അത് തന്നെയാണ് പറഞ്ഞത്. തജ്യോതിഹി, അത് ജ്യോതിസ്വരൂപമാകുന്നു. എന്നിട്ട് അടുത്ത സൂത്രം കൊണ്ട് പറയാണ്, നാലാമത്തെ സൂത്രം കൊണ്ട് പറയാണ്, തേനേദം പ്രജ്വലിതം. തേന, അത് മുഖാന്തിരം, ആ ബ്രഹ്മ മുഖാന്തിരമാണ്. ആ പരബ്രഹ്മ ജ്യോതിസ്വരൂപമായ ആ പരബ്രഹ്മ സ്വരൂപത്താലാണ് ഇതം, ഈ പ്രപഞ്ചം. തത് ബ്രഹ്മവാചി ശബ്ദവും ഇതം പ്രപഞ്ചവാചി ശബ്ദവുമാണ്. ഇതം പ്രജ്വലിതം, ആ പരബ്രഹ്മത്തെ കൊണ്ടാണ് ഈ പ്രപഞ്ചമാകെ പ്രകാശിക്കുന്നത്. തസ്യ ഭാസാ സർവമിതം വിഭാതി, ആ ജഗദീശ്വരന്റെ പ്രകാശം കൊണ്ടാണ് ഈ കാണുന്ന സകലതും പ്രകാശിക്കുന്നത് എന്ന് ശിഷ്യൻ ഉപദേശിക്കുകയാണ്. വീണ്ടും പറയാണ് അഞ്ചാമത്തെ സൂത്രം കൊണ്ട്, തത് ഇതം സത് അസദിതി. തത് എന്നുള്ളത് കൊണ്ട് എപ്പോഴും ബ്രഹ്മവാചക ശബ്ദമാണ്. തത്, ആ ബ്രഹ്മം, ഇതം, ഈ പ്രപഞ്ചം. തത് ബ്രഹ്മവാചി ശബ്ദവും ഇതം പ്രപഞ്ചവാചി ശബ്ദവുമാണ്. ആ ബ്രഹ്മം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ എങ്ങനെയാണ് അത് പ്രതിഭാസിതമായത്? സത്ത് അസത്ത് ഇത്, ഉണ്ട് ഇല്ല എന്നിങ്ങനെ മാറി സദ്ഭാവത്തിലും ഉണ്മയുടെ ഭാവത്തിലും അസദ്ഭാവത്തിലും മാറി മാറി
പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം. ഉണ്ട് ഇല്ല എന്നിങ്ങനെ മാറി മാറി ഈ പ്രപഞ്ചത്തിൽ പരബ്രഹ്മസ്വരൂപം പ്രപഞ്ചമായി വന്നപ്പോൾ ഉണ്ട് ഇല്ല എന്ന് മാറി മാറി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. സത്ത് അസത്ത് എന്നിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അതായത് ഈ ലോകം ഉള്ളതാണ് അല്ലെങ്കിൽ ഇല്ലാത്തതാണ് എന്നുമുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് ഇതിനെ പരിഗണിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ പരിഗണിക്കാം, ഉണ്ട് ഇല്ല, ആ ഉണ്മയെയും ഇല്ലായ്മയൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഒത്തിരി വിശദീകരണങ്ങൾ കൊണ്ടാണ് പോയത്. ഇനി 6ാമത്തെ സൂത്രം കൊണ്ട് വീണ്ടും പറയാണ്, ഭൂയോ അസദഹ സദസദിതി. അവിടെ നമ്മൾ പറഞ്ഞു അസത്ത് എന്ന് പറഞ്ഞ നാമരൂപരഹിതമായ ആ പരബ്രഹ്മ സത്തയിൽ നിന്നും, സൃഷ്ടിക്ക് മുമ്പുള്ള ആ കേവല സത്തയ്ക്കാണ് നമ്മൾ അസത്ത് എന്ന് പറഞ്ഞത്. ഭൂയഹ വീണ്ടും അസദഹ ആ കേവല സത്തയിൽ നിന്നും പരമാത്മ സത്യത്തിൽ നിന്നും സദ് അസതിഥി ഉണ്ടെന്ന പ്രതീതിയും ഇല്ലെന്ന പ്രതീതിയും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഉണ്ട് ഇല്ല എന്ന രീതിയിലാണ് ഇത് പ്രതിഭാസിതമായത് എന്ന് പറഞ്ഞു. ആ വീണ്ടും ആ കേവല സത്തയിൽ അതൊന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഇതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും തെറ്റിദ്ധാരണ വരുന്നത്, ഈ പ്രപഞ്ചം മാത്രമാണ് സത്യമെന്നും അതിനപ്പുറമുള്ള ഒരു സത്യമുണ്ടെന്ന് സാധാരണ മനുഷ്യരായ നമ്മൾക്കൊക്കെ പഠിക്കാനല്ലാതെ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെയാണ്. അതിനപ്പുറം ഒരു സത്യത്തെ നമുക്ക് അനുഭവവേദ്യമല്ലാത്തത് കൊണ്ട് നമ്മളിത് ഗുരുവിനറിയാം. ഗുരു അത് ഒരു സൂത്രം കൊണ്ട് കൂടി അതിനെ വിശദീകരിച്ച് തരിക. ഭൂയഹ വീണ്ടും അസദഹ സദസതി വീണ്ടും വീണ്ടും ഉണ്ടായി നിലനിന്നും മറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ആ കേവല സത്തയിൽ നിന്ന് ഉണ്ടെന്ന പ്രതീതിയും സത്ത് അസതിഥി ഉണ്ടെന്ന പ്രതീതിയും ഇല്ല എന്ന പ്രതീതിയും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. ആ കേവല സത്തയിൽ നിന്നാണ് വീണ്ടും വീണ്ടും സൃഷ്ടിയും സ്ഥിതിയും ലയവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂയഹ വീണ്ടും അസദഹ ആ കേവല സത്തയിൽ നിന്നും സത്ത് അസത്ത് ഇതി ഉണ്ടെന്ന പ്രതീതിയും ഇല്ല എന്ന പ്രതീതിയും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്മയും ഇല്ലായ്മയുമായി പ്രതിഭാസിക്കുന്നത് ആ കേവല സത്ത എന്ന അധിഷ്ഠാനത്തിൽ മാത്രമാണ് എന്നർത്ഥം. ഇനി അടുത്ത സൂത്രം കൊണ്ട് 7ാമത്തെ സൂത്രം കൊണ്ട് പറയാണ്, സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി സത് ശബ്ദ ആദയഃ അസത് അഭാവഃ ച ഇതി. സച്ഛബ്ദാദയോ സച്ഛബ്ദം ചായുടെ പകുതിയും ഇച്ഛായും കൂടി ചേരുമ്പോ സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി സത് ശബ്ദ ആദയഃ അസദഃ അഭാവഃ ച ഇതി. എന്നിട്ട് നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. പഠിക്കുന്നതിലപ്പുറം ഇതിനെക്കുറിച്ച് നാം വിചാരം ചെയ്യണം. അപ്പൊ ഇവിടെ പറയാണ് സത് ശബ്ദ ആദയഃ. സത് ഉണ്ട് എന്നതിനും അതിന് സമാനമായ ശബ്ദങ്ങൾ ധാരാളം ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്തിന് പകരം അല്ലെ ഇഷ്ടംപോലെ പദങ്ങൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പര എന്നും അല്ലെ, അതുപോലെ തന്നെ സത്ത് അസത്ത് പര അപര, ഇങ്ങനെ വിദ്യ അവിദ്യ, ഇങ്ങനെ ഈ ഉണ്മയെ സൂചിപ്പിക്കാൻ ധാരാളം പദങ്ങൾ ഗുരുദേവ കൃതികളിൽ തന്നെ ധാരാളം ഉണ്ട്. അപ്പോ ആ സത് എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന ആ ഉണ്മ അതിനെയാ പറയുന്നത്. സച്ഛബ്ദാദികൾക്ക് ഉണ്മയും അസത്തിന് അഭാവവുമെന്ന് അറിയപ്പെടേണ്ടതാണ്. ഉണ്മയും അഭാവവും ഈ പ്രപഞ്ചത്തിൽ മാറി മാറി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ബ്രഹ്മത്തിന് അവിടെ, അതായത് ബ്രഹ്മത്തിന് ശാശ്വതമായ സത്തയും ജഗത്തിന് അഭാവവും അറിയപ്പെടേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മത്തിന് സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി സച്ഛബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന പരബ്രഹ്മത്തിന് ഉണ്മയും ഈ പ്രപഞ്ചത്തിന് അഭാവവും എന്നുകൂടി മനസ്സിലാക്കണം, അറിയപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. അടുത്തത് പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. പൂർവം സതിതമനുസൃത്യ, പൂർവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുൻപ്, സതിതമനുസൃത്യ ഈ സത്ത് തന്നെയാണ് ഈ സത്ത് ഈ ലോകമായി മാറിയപ്പോൾ,
സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ പരമ നാമരൂപരഹിതമായിരുന്ന ആ കേവല സത്യം ഇതം ഈ പ്രപഞ്ചാകാരത്തിൽ വിലസിച്ചപ്പോൾ സൃഷ്ടിതമായപ്പോൾ എങ്ങനെയാ വന്നത്? അത് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ചക്ഷുരാദയശ്ചൈകം ചേതി. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും മനസ്സ്, പ്രാണൻ, ബുദ്ധി, ശരീരം ഒക്കെ ആയിട്ട് മാറി. ചക്ഷുരാദേഹ എന്നുള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ എടുക്കാം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണനും ഒക്കെ എടുക്കാം. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും അതോടൊപ്പം ഏകം ചേതി മനസ്സും ഉണ്ടായി. അപ്പോൾ ആ പരബ്രഹ്മമായ പരമസത്യം ഇതം ഈ പ്രപഞ്ചാകാരമായി മാറിയപ്പോൾ എങ്ങനെ വന്നത്? ചക്ഷുരാദി ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളായും മനസ്സൊക്കെ ആയിട്ട് പ്രതിഭാസിതമായി എന്നർത്ഥം. അടുത്തത് 9ാമത്തെ സൂത്രം പറയാണ്, ജ്ഞാതൃജ്ഞാനയോഹോ അന്യോന്യ വിഷയത്വാൻ മിഥുനത്വമിതി. അപ്പോ ആ ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടികളായിട്ടാണ് ഈ പ്രപഞ്ചം എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ത്രിപുടികളായിട്ടാണ്. അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന പ്രപഞ്ചവും അറിയപ്പെടുന്നതും ഒക്കെ അങ്ങനെ ത്രിപുടിയായിട്ടാണ് വന്നത്. ആ ത്രിപുടിയെ ഗുരു 2 സെക്ഷനായി തിരിച്ചുകൊണ്ട് ആ ത്രിപുടിക്ക് അതീതമായ പരമസത്യത്തെ ഗുരു പറഞ്ഞു തരികയാണ്. അത് ആദ്യം പറയാണ്, ജ്ഞാതൃജ്ഞാനയോഹോ അറിയുന്നവനും അറിവിനും ജ്ഞാതാവിനും ജ്ഞാനത്തിനും തമ്മിൽ അന്യോന്യം വിഷയവും വിഷയിയും എന്ന തരത്തിൽ മിഥുനത്വം ഉണ്ടെന്നറിയണം. ഇത് പരസ്പരം വിഷയവും വിഷയിയുമായി മാറി മാറി വരുന്നു. ജ്ഞാതാവ് തന്നെയാണ് ജ്ഞാനം. ജ്ഞാതാവിനും ജ്ഞാനത്തിനും അന്യോന്യം ചേർച്ചയുണ്ട്, ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. വിഷയീ ഭാവത്തിൽ ഒരെണ്ണം വിഷയിയാവുമ്പോൾ ഒരെണ്ണം വിഷയമാകും. ചിലപ്പോൾ വിഷയിയായത് വിഷയമായി, അങ്ങനെ മാറി മാറി വരാം. പക്ഷെ എങ്ങനെ വന്നാലും അറിയുന്നവനോട് കൂടി തന്നെയാണ് അറിവിരിക്കുന്നത്. അറിയുന്നവനിൽ നിന്ന് അറിവിനെ മാറ്റിവെക്കാൻ പറ്റില്ല. മിഥുനത്വ ഭാവത്തിലാണ് ഇരിക്കുന്നത്. പരമസത്യം അനുഭവിക്കുമ്പോൾ അറിയുന്നവനും അറിവും ഒന്നുമില്ല. ഇതെല്ലാം പരമസത്യത്തിലേക്ക് ലയിച്ചു പോകുന്നു. അപ്പൊ ഇവിടെ ഗുരു പറയാണ്, ജ്ഞാതൃജ്ഞാനങ്ങൾക്ക് പരസ്പരം വിഷയി എന്ന ഭാവത്തിൽ മിഥുനത്വം ഉണ്ടെന്ന് അറിയണം എന്ന് പറയാണ്. ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് മിഥുനത്വം എന്ന് പറയാം. ആർക്കൊക്കെ? അറിയുന്നവനും അറിവിനും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായി പറഞ്ഞതാ. ഒരു വസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ പുറത്തല്ല ആ വസ്തുവിനെ അറിയുന്നത്, ജ്ഞാതാവിന്റെ ആത്മസ്വരൂപത്തിലാണ് ആ വസ്തു പ്രകാശിക്കുന്നത്. ആത്മവെളിച്ചം കൊണ്ടാണ് ആ വസ്തു പ്രകാശിക്കുന്നത്. അപ്പോൾ അറിയുന്നവനിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അറിവിനെ പറയാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അടുത്ത പറയാണ്, ഏവം ജ്ഞാനജ്ഞേയ വിഭാഗേ. ഇപ്പൊ 2 സൂത്രത്തിൽ ജ്ഞാനം എന്നുള്ള ചേർന്ന് തന്നെ വരികയാണ്. ഏവം ഇപ്രകാരം ജ്ഞാനജ്ഞേയ വിഭാഗേ, അറിയുന്നവനെയും അറിവിലും എപ്രകാരമാണോ വിഷയീഭാവം കൊണ്ട് മിഥുനത്വമുള്ളത്, അതുപോലെ ജ്ഞാനജ്ഞേയ വിഭാഗേ അറിയുന്നവനും അറിയപ്പെടുന്ന പ്രപഞ്ചം അല്ലെ, അറിയപ്പെടുന്നതിലും പരസ്പര വിഷയീഭാവം കൊണ്ട് മിഥുനത്വമുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഇനി 11ാമത്തെ സൂത്രം കൊണ്ട്, ആ സൂത്രം ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഒന്ന് റിവിഷൻ പോലെ ഒന്ന് നടത്തിയെന്നേ ഉള്ളൂ. 11ാമത്തെ സൂത്രമാണ് ഇന്ന് നമുക്കിവിടെ വിചാരം ചെയ്യാനുള്ളത്. വളരെ ശ്രദ്ധിക്കുക. പ്രാർത്ഥനാമഞ്ജരി എടുത്തു വയ്ക്കുക, ഒരു നോട്ട് ബുക്ക് എടുത്തു വയ്ക്കുക, ശബ്ദമൊന്നുമില്ലാത്ത ഒഴിഞ്ഞ ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് നമ്മൾ എവിടെ നിന്നൊക്കെ ഈ ജ്ഞാനം കേൾക്കുന്നോ അവിടെ നിന്നൊക്കെ നമ്മൾ പോയത് ഗ്രഹിക്കണം. അല്ല, ഒരു കുഞ്ഞു കുട്ടിയുടെ കുഞ്ഞു പ്രസംഗം, ഇപ്പൊ നമ്മുടെ മേഘമോള് ഒരു 5 വാക്ക് പറഞ്ഞാലും അതിലും നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയാ. ഏതൊരു പ്രസംഗം പറയുമ്പോഴും ആ പറയുന്നവന്റെ അറിവിൽ നമ്മളുടെ അറിവിലേക്ക് പ്രകാശിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ടാവുന്നു അല്ലെ. അപ്പൊ ഇവിടെ 11ാമത്തെ സൂത്രം പറയാണ്, ഏകൈകം രുദ്രത്വമാസീദിതി. ഏകൈകം രുദ്രത്വമാസീദിതി 11ാമത്തെ സൂത്രമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ജ്ഞാനജ്ഞേയ വിഭാഗങ്ങൾക്ക് മിഥുനത്വമുണ്ട് എന്ന് പറഞ്ഞു. 2 സൂത്രത്തിലും ഒരുപോലെ വരുന്നതാണ് ജ്ഞാനം നമ്മൾ പറഞ്ഞു. അപ്പൊ ത്രിപുടിക്ക് അതീതമായ ജ്ഞാനമാണ് ഗുരു അതിലൂടെ പറയുന്നതെന്നും ആ ജ്ഞാനത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്.
ഗുരു പറയുകയാണ് അത് ഇന്ന് ഈ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഋഷീശ്വരനായ ഋഷീശ്വരന്മാർ ഈ ലോകത്തേക്ക് വരുന്നത് ഈ ലോകത്തെ ആണല്ലോ, ഈ ലോകത്തിന്റെ രോഗത്തെ ചികിത്സിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മെ ഒരു അവതാരമായി കരുതുന്നുണ്ടെങ്കിൽ ജാതി എന്ന ദുർഭൂതത്തെ ഇല്ലാതാക്കാൻ വന്ന അവതാരമായി കരുതിക്കൊള്ളൂ. അത് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ ഗുരുവിനെ നമ്മള് കരുതണമെങ്കിൽ ജാതി മതഭേദ ചിന്തകൾ കൊണ്ട് കലഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് കലിയുഗത്തിലേക്ക് അവതരിച്ചിരിക്കുന്നു ഗുരു. ഇന്നും നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾ തമ്മില് പരസ്പരം മല്ലടിച്ച് മത്സരിച്ച് അല്ലെ, മനുഷ്യന്റെ ആ എല്ലാ തന്റെ ആത്മസഹോദരങ്ങളെ തന്നെ കൊല്ലാനായിട്ട് എങ്ങനെ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ വിഭവങ്ങളും മനുഷ്യശക്തിയും ഉപയോഗിക്കാമെന്ന് ചിന്തിച്ച് അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രജ്ഞ ലോക പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ എന്നും നമുക്ക് മഹാഗുരുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ ലോകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമുക്ക് ചോദിക്കാനുള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നേ നമുക്ക് പറയാനുള്ളൂ. മഹാഗുരുവിനെ തൊഴുമ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ആനുകാലികമായ കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമുക്ക് ദുഃഖമാണ് എപ്പോഴും. പക്ഷെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിച്ചു പോകാൻ പറ്റുന്നുള്ളൂ ഗുരുവിനോട്. കാരണം പണ്ടത്തെ ഋഷീശ്വരന്മാർ അവർക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? ദ്യൗഹു ശാന്തിഹി അന്തരീക്ഷ ശാന്തിഹി അല്ലെ, ആകാശവും വായുവും അന്തരീക്ഷം ശാന്തമാകണം, ആകാശം ശാന്തമാകണം. പിന്നെ എന്താണ്? ആപഹശാന്തി, ജലസ്രോതസ്സുകൾ ശാന്തമാകണം. ദ്യൗഹു ശാന്തി അന്തരീക്ഷ ശാന്തിരാപഹ ശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തി. ഓഷധികള് ഫലമുണ്ടാകുമ്പോൾ സസ്യം വെട്ടിക്കളയുന്ന ചെടികൾക്കാണ് ഔഷധി എന്ന് പറയാം. വനസ്പതി എന്ന് പറഞ്ഞാൽ പൂക്കാതെ കായ്ക്കുന്ന ഇനം, പ്ലാവ് പോലെയുള്ള ഇനങ്ങൾ. അപ്പൊ ഈ രണ്ട് വാക്കുകൾ കൊണ്ട് സകല സസ്യങ്ങളും ഇവിടെ ശാന്തമാകട്ടെ. കാരണം സസ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അന്നം ഉണ്ടാവുള്ളൂ അല്ലെ. അന്നം ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയാനും പറ്റുള്ളൂ. അപ്പൊ അവരുടെ പ്രാർത്ഥനയിൽ അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉഷദേഹ ശാന്തി വനസ്പതേഹ ശാന്തി വിശ്വേ ദേവാഹ ശാന്തി. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം പ്രകാശിക്കട്ടെ, ശാന്തിപൂർണമാകട്ടെ. ശാന്തിരേവ ശാന്തി, ശാന്തിയും ശാന്തമാകട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ബ്രഹ്മശാന്തി, എല്ലാവരും ശാന്തമാകുമ്പോഴാണല്ലോ ജഗതീശ്വരനെ ശാന്തമാകുക. എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് സമാശാന്തിരോധി, ആ ശാന്തി എനിക്കും കിട്ടട്ടെ. എന്തൊരു പ്രാർത്ഥനയാണെന്ന് നോക്കൂ. കാരണം പറഞ്ഞ നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ പൂന്താനൊക്കെ പറഞ്ഞ പോലെ ഇവിടെ വന്നൊരു പുല്ലായി പുഴുവായി എങ്കിലും ഈ ഭാരതത്തിൽ വന്ന് എനിക്ക് ജനിക്കാനാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാരതീയ ഋഷീശ്വരന്മാരുടെ പ്രാർത്ഥനയൊക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സൂത്രം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി എന്നേ ഉള്ളൂ. ഏകൈകം രുദ്രത്വമാസീതിഥി. നമുക്ക് ഇതിനെ ഒന്ന് പിരിക്കാം, ഓരോ പദങ്ങളെ. ഏക പ്ലസ് ഏകം ഏകൈകം. ഉച്ചാരണം കറക്റ്റ് ആയിരിക്കണം, പദച്ഛേദം കറക്റ്റ് ആയിരിക്കണം. ഏക പ്ലസ് ഏകം ഏകൈകം. ഓരോന്നിനും ജ്ഞാതൃ ജ്ഞാന ജ്ഞേയങ്ങള് ഓരോന്നിനും പ്രത്യേകം. രുദ്രത്വമാസീതിഥി. രുദ്രത്വം പ്ലസ് ആസീത് പ്ലസ് ഇതി, 3 പദങ്ങൾ. 5 പദങ്ങളുള്ള സൂത്രമാണിത്. രുദ്രത്വം ആസീത് ഇതി, രുദ്രത്വമാസീതിഥി, ഏകൈകം രുദ്രത്വമാസീതിഥി എന്ന് സൂത്രം. ഏകൈകം രുദ്രത്വമാസീതിഥി. ഇനി നമുക്ക് ഇതിന്റെ പദാർത്ഥങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഏകൈകം, ഏക പ്ലസ് ഏകം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം ഓരോന്നും ഏതാ?
ജ്ഞാതാവിനും ജ്ഞാനത്തിനും ജ്ഞേയത്തിനും ഓരോന്നിനും. പറയാണ് രുദ്രത്വം. രുദ്രത്വം ഇവിടെ നമ്മൾ ഗുരുവിനെ വേദാന്ത സൂത്രം പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ഗ്രന്ഥമായിട്ട് വെക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഇതിനെ പൂർവസൂരികളായ ആചാര്യന്മാര് നമ്മൾ നടന്നു പോകേണ്ട വഴി നമുക്ക് തെളിച്ചു തന്നിട്ടുണ്ട്. ഇതിലെ നിങ്ങൾ സഞ്ചരിക്കൂ എന്ന ഒരു സൂചന, ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ വിളക്കിന്റെ ദീപത്തിലാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ സ്വാമി മുനിനാരായണ പ്രസാദ് സ്വാമിജി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനവും MH ശാസ്ത്രികൾ അവർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനവും ബാലകൃഷ്ണ സാറ് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനവും ഒക്കെ മൂന്ന് തരത്തിലുള്ളതാണ്. ഭഗവാനോട് തന്നെ നമുക്ക് ചോദിക്കണം, ഭഗവാനെ ഇതിൽ ഏത് വഴിയാ ഞങ്ങൾ പോകേണ്ടത്? മൂന്നും തത്വത്തിൽ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഒന്ന് തന്നെ. ഇതിനെ മൂന്നിനെയും പരിശോധിച്ച് ഇതിന്റെ മൂന്നിനെയും ചിന്തയ്ക്ക് വിധേയമാക്കി അതിൽ നിന്ന് ഊറി വരുന്ന ഒരു ആശയത്തിലൂടെ നമുക്ക് കടന്നു പോവാം. അപ്പൊ ഇവിടെ പറയാണ്, രുദ്രത്വം എന്ന വാക്കിന് ദുഃഖത്തിനിടയാക്കുന്ന ഭാവം എന്നും പരമാത്മജ്ഞാനമെന്നും പരമാത്മ സത്യം അല്ലെങ്കിൽ പരമാത്മജ്ഞാനമെന്നും രണ്ടർത്ഥം കൊടുക്കുക. അപ്പൊ രുദ്രത്വം എന്ന് എഴുതിയിട്ട് രണ്ടർത്ഥം അവിടെ കൊടുക്കാൻ നമുക്ക് രണ്ടർത്ഥവും കൂടെ അന്വയിപ്പിച്ചുകൊണ്ട് തന്നെ പോകാനും സാധിക്കും. അപ്പൊ രുദ്രത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? രുദ്രൻ, രുദ്രത്വം എന്താണൊക്കെ നമുക്ക് വിശദീകരിക്കാം. രുദ്രത്വം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം, ഒരു സ്ലാഷ് കൊടുത്തിട്ട് പരമാത്മ സത്യം, രണ്ടർത്ഥം നമുക്ക് കൊടുക്കാം. കാരണം ഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള ആശയങ്ങൾ എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് തന്നെ പോകാം. നമുക്കറിയാം, നമുക്ക് പറയാനുള്ള യോഗ്യതയില്ല ഇതാണ് ശരി അതാണ് ശരി, എനിക്കില്ല ഇതാണ് ശരി അതാണ് ശരി എന്ന് പറയാനുള്ള യോഗ്യത. പക്ഷെ അവർ നിന്ന് ആ വിളക്കിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു നിഗമനത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചു പോവാന്നേ ഉള്ളൂ. അപ്പൊ രുദ്രത്വം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിനിടയാക്കുന്ന ഭാവമെന്നും പരമാത്മ സത്യമെന്നും നമുക്ക് അർത്ഥം കൊടുക്കാം. അപ്പോ നമുക്കത് ഇനി അടുത്ത വാക്കാണ് ആസീത് ഇതി. അപ്പൊ ഓരോന്നിനും ദുഃഖത്തിനിടയാക്കുന്ന ഭാവം അല്ലെങ്കിൽ ഓരോന്നും പരമാത്മ സത്യം എന്ന് ആസീത് ഇതി. ആസീത് നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള പദമാണ് ആസീത്. ശ്രുതി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോഴാണ് കൂടുതലും ആസീത് എന്ന പദം ഉപയോഗിക്കുക. അപ്പോ ഇവിടെ ആസീത് ഇതി എന്ന് പറഞ്ഞാൽ എന്താ? മുൻപ് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് ആസീത് ഇതി. അനാദികാലം അല്ലെങ്കിൽ ആദി മുതൽ തന്നെ, പ്രപഞ്ച സൃഷ്ടിക്ക് ആരംഭിച്ച കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. രുദ്രത്വേ പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞ സൃഷ്ടിയുടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഏത്? ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങൾക്ക് രുദ്രത്വം പ്രപഞ്ച അനാദികാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഈ സൂത്രത്തിന്റെ അർത്ഥം ഒന്ന് എഴുതാം. അപ്പോൾ ഏകൈകം എന്ന് പറഞ്ഞ ഓരോന്നും എന്നുള്ളിടത്ത് ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതൃ ജ്ഞാന ജ്ഞേയം എന്ന് മാത്രം ബ്രാക്കറ്റ് കൊടുക്കുക. നമ്മൾ പറഞ്ഞ സൂത്രത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടണ്ടേ. ഇനി രുദ്രത്വം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം അല്ലെങ്കിൽ പരമാത്മ സത്യം. ഓരോന്നും പരമാത്മ സത്യം തന്നെയാണ്. ദുഃഖത്തിനിടയാക്കുന്ന ഭാവം ഉണ്ടായി വരുന്നത് ഓരോന്നിനെയും പലതിനെ ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും വേറായി കാണുമ്പോൾ അത് ദുഃഖത്തിനിടയാക്കുന്ന ഭാവമാവും. ഇതിനതീതമായ പരമസത്യത്തെ അറിയുമ്പോൾ നമുക്ക് അത് പരമാത്മസത്യം എന്ന അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കും. ആസീത്, ഇത് ഉണ്ട് എന്ന്, ആദികാലം ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി സൂത്രാർത്ഥം. ജ്ഞാതൃ ജ്ഞാന ജ്ഞേയങ്ങളെ വേറായി കണക്കാക്കിയാൽ, പ്രത്യേകം കണക്കാക്കിയാൽ, ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങളെ പ്രത്യേകം കണക്കാക്കിയാൽ, വേറായി കണക്കാക്കിയാൽ, ഓരോന്നിനും എന്ന് പറയുമ്പോൾ ജ്ഞാതാവിനും ജ്ഞാനത്തിനും ജ്ഞേയത്തിനും ദുഃഖത്തിനിടയാക്കുന്ന ഭാവം ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങളെ പ്രത്യേകം കണക്കാക്കിയാൽ അല്ലെങ്കിൽ വേറായി കണക്കാക്കിയാൽ, ഓരോന്നിനും ദുഃഖത്തിനിടയാക്കുന്ന ഭാവം
ആദ്യം മുതൽ ഉണ്ടായിരുന്നു, ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു എന്നറിയണം. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം ഇവയെ വേറെ വേറെ കണക്കാക്കിയാൽ ഓരോന്നിനും ദുഃഖം നൽകുന്ന ഭാവം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഒരർത്ഥം. അടുത്ത അർത്ഥം, ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങൾക്ക്, ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങൾ എന്ന് കൊടുത്തു. പരമാത്മ സത്യാനുഭവ ദശയിൽ പരമസത്യം തന്നെ എന്നറിയണം. ജ്ഞാതൃജ്ഞാന ജ്ഞേയം ഒന്ന് ഇനി വിശദീകരിക്കണം. നമ്മളിത് വിശദമായി പഠിച്ചതാ, 3-4 ക്ലാസ് കൊണ്ട്. ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങൾ പരമസത്യാനുഭവ ദശയിൽ, അഖണ്ഡ സത്യാനുഭവ ദശയിൽ പരമസത്യം തന്നെ എന്നറിയണം. ഒരു എന്തെല്ലാമാ ഭഗവാനെ അതിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. പരമസത്യം തന്നെ എന്ന് അറിയണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് MH ശാസ്ത്രികളെ പോലെയുള്ളവര് കൊടുത്തിരിക്കുന്നത് പരമസത്യം എന്നാണ്. മുനിനാരായണ പ്രസാദ് സ്വാമിജിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രത്യേകം വേറായി കണക്കാക്കിയാൽ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ കൂടുതൽ വിചാരം ചെയ്യുമ്പോൾ നമ്മൾ എത്തിപ്പെടേണ്ടത് ഈ രണ്ട് വ്യാഖ്യാനങ്ങളും നമുക്ക് സത്യം തന്നെയാണ്. ആദ്യം തന്നെ ഈ 24 സൂത്രങ്ങളായി തിരിച്ചത് MH ശാസ്ത്രികളാണ്. ബാലകൃഷ്ണ സാർ അതിനെ ഒത്തിരി സൂത്രങ്ങളായിട്ട് അത് തിരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് മുനിനാരായണ പ്രസാദ് സ്വാമിജി ഫോളോ ചെയ്തിരിക്കുന്നത്. MH ശാസ്ത്രികൾ ആണ് നമുക്ക് ഇതിനെ ആദ്യം 24 സൂത്രമാക്കി അതിന്റെ ആശയ സമ്പൂർണതയോടെ നമുക്കൊന്ന് തിരിച്ചെങ്കിലും ഇട്ട് തന്നത്. എന്നിട്ട് നമുക്ക് അവരൊരു കൈവിളക്കം കത്തിച്ചു തന്നു. നമുക്ക് ഒത്തിരി സഞ്ചരിക്കാനുണ്ട് അതിലൂടെ. അപ്പോ നമ്മൾ അതിന്റെ സൂത്രം പറഞ്ഞു, സൂത്രത്തിന്റെ പദച്ഛേദം പറഞ്ഞു, സൂത്രാർത്ഥം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ രുദ്രത്വം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എഴുതാം കേട്ടോ. രുദ്രത്വം എന്നുള്ള വാക്ക് എഴുതാം. അതിന്റെ കുറച്ച് അതിന്റെ ഒരു പദനിഷ്പത്തി, നിരുക്തി, അതെങ്ങനെ പദം ഉണ്ടായി അതിനെ ഒന്ന് നമുക്കൊന്ന് കുറിക്കാം. അപ്പൊ നമ്മളിത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഞാൻ ഓർക്കുന്നു, എനിക്ക് MA ക്ലാസ്സിൽ വേദാന്ത MA ഫൈനൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് വൈവയ്ക്ക് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യമാണ് രുദ്രൻ ആരാണ്. ഈ രുദ്രത്വം വന്നപ്പോ ഞാൻ അത് ആലോചിച്ചു പോയി. അന്ന് പറഞ്ഞ് കണ്ണുനീർ വീഴ്ത്തുന്നവനാണ്. എന്തിനാ കണ്ണീര് വീഴ്ത്തുന്നതെന്ന് പറഞ്ഞാൽ സംഹാരം ദുഃഖമാണല്ലോ. അത്രയൊക്കെ അന്ന് ബോധമുള്ളൂ. പിന്നീടാണ് ഈ സംഹാരം എന്താണെന്നും ഈ കണ്ണുനീര് വന്ന എന്തിനാന്നൊക്കെ മനസ്സിലായത്. പിന്നീടാ നമുക്ക്. കുട്ടിയായിരുന്നപ്പോ നമ്മൾ ആഴത്തിൽ അത്ര ചിന്തിക്കില്ലല്ലോ. അപ്പോ ഇവിടെ പറയാണ് രുതിരം എന്ന് പറഞ്ഞ കണ്ണുനീർ എന്നർത്ഥം. രുതിരം, കണ്ണുനീർ. ഇനി അതിന്റെ രുത്ത് എന്ന വാക്കിന് പാപം അഥവാ ദുഃഖം എന്നർത്ഥമുണ്ട്. രുദ്, രുതിരം, കണ്ണുനീർ. രുത്തിന് ഉണ്ട്. രുതിരം, ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ണുനീർ എന്നുള്ള അർത്ഥം, ഇവിടെ ഈ പ്രകൃതത്തിലുള്ള അർത്ഥം എടുക്കൂ. രുതിരം, രക്തം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ രുത്ത് എന്നുള്ള വാക്കിന് പാപം എന്നുള്ള അർത്ഥമാണ്. രുത്ത് എന്നുള്ള വാക്കിന് പാപം അല്ലെങ്കിൽ ദുഃഖം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി നമുക്കിതിന്റെ വിഗ്രഹം നിരുക്തി പറയുമ്പോ രോദയതി ശത്രുൻ എന്നുള്ളിടത്ത് ദുഷ്ടാൻ എന്ന് ബ്രാക്കറ്റ് കൊടുത്തോ. രോദയതി കരയിപ്പിക്കുന്നവൻ എന്നർത്ഥം കേട്ടോ. രോദയതി കരയിപ്പിക്കുന്നവൻ. ശത്രുൻ എന്ന് പറഞ്ഞ ദുഷ്ടന്മാര്. ഇതി രുദ്രഹ, അങ്ങനെയാണ് അതിന്റെ നിരുക്തി കൊടുത്തിരിക്കുന്നത്. രോദയതി പല രീതിയിൽ ഇതിന്റെ നിരുക്തി പറയുന്നുണ്ട്, വിഗ്രഹം പറയുന്നുണ്ട്. ഒരെണ്ണം ഇങ്ങനെ പറയാം, രോദയതി ശത്രുൻ ദുഷ്ടാൻ ഇതി രുദ്രഹ. രോദയതി ശത്രുൻ അഥവാ ദുഷ്ടാൻ ഇതി രുദ്രഹ. ദ്രോഹിക്കുന്നവരെ കരയിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ രോദയതി കരയിപ്പിക്കുന്നവൻ. ആരാ? ദ്രോഹിക്കുന്നവൻ, ശത്രു അല്ലെങ്കിൽ ദുഷ്ടൻ. രോദയതി ശത്രുൻ അല്ലെങ്കിൽ ദുഷ്ടാൻ ഇതി രുദ്രഹ എന്നുള്ള അർത്ഥമുണ്ട്. ഇനി അടുത്തൊരു വിഗ്രഹം പറയുമ്പോൾ ദ്രാവയതി ഇതി രുദ്രഹ. ദ്രാവയതി എന്ന് പറഞ്ഞാൽ ഒഴുക്കിക്കളയുന്നവൻ, എടുത്തു കളയുന്നവൻ.
ദുഃഖത്തെ നിവാരണം ചെയ്യുന്നത് കൊണ്ട് രുദ്രൻ. അതുകൊണ്ടാണ് എമ്മച്ചക്ക അങ്ങനെ ഒരു പരമാത്മ സത്യം എന്നുള്ള അർത്ഥത്തിലേക്ക് പോയത്. ഈ നിരുത്തിര അടിത്തറയിലാണ്. ദ്രാവയതി ഇതി രുദ്രഹ, ദുഃഖത്തെ നിവാരണം ചെയ്യുന്നത് കൊണ്ട്, ഇല്ലാതെയാക്കുന്നത് കൊണ്ട് രുദ്രൻ. ദുഃഖത്തെ നിവാരണം ചെയ്യുന്നത് കൊണ്ട് രുദ്രൻ, മോക്ഷദായകൻ എന്നൊക്കെ അർത്ഥം പറയും. അത് ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയൊക്കെ എടുക്കുമ്പോൾ ഗുരു അവിടെ ശർവൻ എന്ന് ഒരു വാക്ക് കൂടെ, അത് നമുക്ക് കൂടുതൽ വ്യാഖ്യാനിക്കുമ്പോൾ പറയാം. ശർവൻ എന്നുള്ള വാക്ക് ഗുരു എടുത്തിട്ടുണ്ട്. ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ, അല്ലെ? അവിടെ ആ ഓരോ വാക്കും ശ്രുതിപ്രോക്തമായ വാക്കുകളാണ് ഓരോന്നും. വെറുതെ ഒരു പ്രാർത്ഥനാ മഞ്ജരി ഗുരു ചെയ്തിരിക്കുന്നതല്ല, ഓരോ വാക്കും വേദത്തിലെ വാക്കുകളാണ്. ദേവതാനാം ഗുണഗതനാം സ്തുതി, ദേവതകളുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതാണല്ലോ സ്തോത്രം. ആ ഒരു ചെറിയൊരു സ്തോത്രകൃതി ചെയ്യുമ്പോൾ പോലും അവിടുന്ന് കരുണയോട് ഉപയോഗിച്ചിരിക്കുന്ന പദം വേദത്തിലെ പദമാണ്. കണ്ട, സർവം ശ്ര് എന്ന ധാതുവിൽ നിന്നാണ് ശർവൻ എന്ന പദം ഉണ്ടായത്. ശ്ര്, അത് ഹിംസയുടെ അർത്ഥമാണ്, കൊല്ലുക എന്നുള്ള അർത്ഥത്തിലാണ് ശർവൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അപ്പോ അവിടെ നോക്കൂ, അതൊന്ന് വെറുതെ കുറിച്ചിട്ടോട്ടോ. ശർവൻ എന്നുള്ള അതോടെ രുദ്രനുമായിട്ട് ചേരുന്നതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. മോക്ഷദായകൻ എന്നർത്ഥം ശർവനെ. അവിടെയും ഇതുപോലെ തന്നെ ആശയം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. മോക്ഷദായകൻ എന്നുള്ള ഹിംസിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ മോക്ഷദായകൻ എന്നുള്ള അർത്ഥവും കൂടി അവിടെ വരുന്നുണ്ട് ശർവനെ. അതായത് എങ്ങനെയാണ് മോക്ഷദായകനാകുന്നത്? മലിനവാസനകളെ ഇല്ലാതെയാക്കി കൊന്നുകൊണ്ട്, ഹിംസിച്ചുകൊണ്ട് സദ്വാസനകളെ തരുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. അധാർമിക വൃത്തികളെ ഇല്ലാതെയാക്കി ഭക്തനെ മുക്തിപദത്തിൽ എത്തിക്കുന്നവൻ സർവൻ. നോക്കൂ, വെറുതെ ഉപയോഗിച്ചിരിക്കുന്ന പദമല്ല ഗുരു അവിടെ. ദേവതയുടെ ഗുണകഥനം ചെയ്യുമ്പോൾ എനിക്ക് അതൂതം തരണമെന്നല്ല പ്രാർത്ഥിച്ചത്. ശിവ മംഗളസ്വരൂപനെ, ശങ്കര ആ മംഗളത്തെ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നവനെ, നിന്റെ സ്വരൂപം തന്നെ മംഗളമാണ്. ആ മംഗളമായിട്ട് നീ വെറുതെ ഇരിക്കുകയല്ല, അതിനെ നീ എല്ലാവർക്കും കരോതി ശങ്കരോതി ഇത് ഈ ശങ്കര, അതിനെ കൊടുക്കുന്നവനാണ്. നീ ശർവനാണ്, നീ മോക്ഷത്തെ കൊടുക്കുന്നവനാണ്, സംഹരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ എന്തിനാ സംഹരിക്കുന്നത്? ധാർമ്മിക വൃത്തികളെ സംഹരിച്ചുകൊണ്ട് ധാർമ്മിക വൃത്തികളെ പ്രദാനം ചെയ്യുന്നവൻ, ജനന മരണാദി ആ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ജനനമരണാദികളെ ഇല്ലാതെയാക്കുന്നവൻ. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ ശർവൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മംഗളം നൽകുന്നവൻ എങ്ങനെയാ കൊല്ലാൻ സാധിക്കുക? സംശയം വരില്ലേ? മംഗളസ്വരൂപനാണ്, ആ മംഗളത്തെ എല്ലാവർക്കും കൊടുക്കുന്നവനെ എന്ന് പറഞ്ഞിട്ട് പറയും നീ കൊല്ലുന്നവനല്ലേ? അങ്ങനെ ഗുരു പറയുമ്പോ എന്താ അതിന്റെ ആശയം? എന്തിനാ കൊന്നത്? നമ്മളിലുള്ള അധാർമ്മ്യ വൃത്തികളെ ഇല്ലാതെയാക്കി നമ്മളെ ആ ഭക്തരെ മുക്തിപഥത്തിൽ എത്തിക്കുന്നത് കൊണ്ടാണ് ആ ശർവനാകുന്നത്. അതുപോലെ യജുർവേദത്തിൽ നമോ ശർവായ ച എന്ന മന്ത്രമുണ്ട്. നമ്മൾ പറയില്ലേ, ഗുരുവിന്റെ കൃതികള് ഉപനിഷത് സാര സംഗ്രഹമാണ്. അതുകൊണ്ട് ഗുരു ഉപനിഷത്ത് ഉക്തി രഹസ്യം ഓർത്തിടണം എന്ന് പറഞ്ഞത്. അപ്പൊ പറയാണ്, ഉപനിഷത്ത് ഋഷി തന്നെയാണ് ഗുരു. കലികാലത്തിലേക്ക് അവതരിച്ച, ആധുനിക കാലത്തിൽ ജീവിക്കുകയും പൗരാണിക ഋഷീശ്വരന്മാരുടെ ആ ജീവിത ബന്ധാവ്, അത് തപസ് തുടങ്ങിയവയിലൂടെയൊക്കെ ഇവിടെ ലോകസംഗ്രഹം നടത്തി, ശരീരയാത്ര നടത്തി പരമപദത്തിലേക്ക് എത്തിയ മഹാഗുരു തന്നത് ഓരോന്നും ഉപനിഷത്ത് തന്നെയാ, വേദം തന്നെയാ. യജുർവേദത്തിൽ പറയുന്നതാണ് നമോ ശർവായ ച എന്ന മന്ത്രം യജുർവേദത്തിലുണ്ട്. അതായത് സർവ അശുഭവൃത്തികളെയും ഇല്ലാതെയാക്കി സംഹരിച്ചുകൊണ്ട് ഭക്തനെ, ആ ദുഃഖത്തെ ദൂരെ അകറ്റുന്ന തമ്പുരാന് നമസ്കാരം എന്ന് അവിടെ പറയണ അർത്ഥം. സർവ അശുഭവൃത്തികളെയും സംഹരിച്ചുകൊണ്ട് ഭക്തന്മാരുടെ ദുഃഖത്തെ ദൂരെ അകറ്റുന്ന തമ്പുരാന് നമസ്കാരം. സർവൻ ഒരു ശിവ ശങ്കര ശർവ, ഒരു ഉപനിഷത്ത് നോക്കിയിട്ട് ആ വാക്ക് പകർത്തിയെടുത്താണോ? ഏതെങ്കിലും ഒരു സമയത്ത് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന വാക്കുകൾ അത്രയും വേദമാണ്. അപ്പോ
അതുപോലെ തന്നെ ശിവനെ യജുർവേദത്തിൽ ശിവന്റെ പര്യായപദമാണ് കേട്ടോ രുദ്രൻ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ പര്യായപദം കൂടിയാണ്. കരയിപ്പിക്കുന്നവൻ, സംഹാരമൂർത്തിയാണല്ലോ. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ സംഹാരമാണ് ശിവന്റെ എന്ന് വെച്ചാൽ കൊന്നുകളയുക എന്നല്ല അർത്ഥം. അത് നമുക്ക് വ്യാഖ്യാനത്തിൽ കൂടുതൽ പറയാം. സത്വരജസ് തമോ ഗുണങ്ങളെ ഇല്ലാതെയാക്കി ആക്കുന്നത് കൊണ്ടാണ് സംഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശിവനെ യജുർവേദത്തിൽ പറയുന്നുണ്ട് സ്തേനാനാം പതയേ നമ, സ്തേനാനാം പതയേ നമ എന്ന് ശിവനെ യജുർവേദത്തിൽ സ്തുതിക്കുന്നുണ്ട്. അതായത് തെറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോ, കാരണം അധാർമിക വൃത്തിയിലൂടെ ജീവിക്കുന്നവരെ എന്നെ ആരും ശിക്ഷിക്കുന്നില്ലല്ലോ, ഞാൻ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ ജീവിക്കുന്നു, എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് കരുതി ജീവിക്കുന്നവരെ ഓർത്തോളൂ. തെറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ കർമ്മത്തിനനുസരിച്ച് ശിക്ഷ കൽപ്പിച്ച് നൽകുന്നവൻ കൂടിയാണ് ശർവൻ. തെറ്റ് ചെയ്യുന്നവർ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കാൽക്കുലേറ്റഡ് ആണ്. നമ്മുടെ വാസനാമണ്ഡലത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ ജന്മത്തിന്റെ വിത്തായിട്ട് തന്നെ മാറുക. അത് നമ്മൾ ചെയ്യുന്ന സത്സംഗം പോലും എത്രയോ ജന്മങ്ങൾ കൊണ്ടുള്ള പുണ്യം കൊണ്ടാണ് നമുക്ക് ഒരു ഗുരുകുലത്തിൽ ജനിക്കാൻ സാധിക്കുക. അത് പരമാത്മ സാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിനെ ഗുരുവായി കിട്ടണമെങ്കിൽ ഈ ജന്മമല്ല, എത്രയോ ജന്മങ്ങൾ പുണ്യകർമ്മം ചെയ്തിട്ടാണെന്നറിയോ ഗുരുവിന്റെ ഒരു വാക്ക് നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്താനും അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എത്രയോ മനുഷ്യർ ഇതിനൊന്നും അവസരമില്ലാതെ ജീവിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ വേദാന്ത സൂത്രം വരെയൊക്കെ എത്തി നിൽക്കുന്ന ഇപ്പൊ 71 എന്ന് പറയുമ്പോൾ 10-80 പേരോളം അല്ലെ, 10-79-80 പേരോളം ഇതിനകത്ത് നിൽക്കുമ്പോ മാറാതെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ജന്മാന്തര സുഹൃതാണ്. അതാണ് പറയുന്നത്, ജന്മസുഹൃതം ചെയ്യുന്നവർക്കാണ് ഗുരുക്കന്മാരുടെ ആ സത്യത്തെ കർണപുടങ്ങളിൽ എത്താൻ സാധിക്കുക. നമുക്ക് പറഞ്ഞാലും മതിയാവുന്നില്ല. അതാണല്ലോ ഗുരുവിന്റെ കൃതികളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, എപ്പോഴും നമ്മളെ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണ് ശിവപ്രസാദ പഞ്ചകം പോലെ കോലതിരേശസ്തവം. നമ്മളെ കുളത്തൂരേക്ക് അടുപ്പിക്കുന്ന കൃതിയാണ് കോലതിരേശസ്തവവും ഗദ്യപ്രാർത്ഥനയൊക്കെ അല്ലെ. നമ്മൾ ഓടി ആ മണ്ണിലേക്കൊന്ന് കാല് കുത്താനുമാണ്. ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഇനി എന്നെ എന്നാ വിളിക്കുന്നതെന്നാ. ഇപ്പോഴാ, അല്ലാതെ നമ്മള് ഒരു നിമിത്തമാണല്ലോ നമ്മൾ അവിടെ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ അതൊരു ആകർഷണീയതയാണ്. അവിടെ ഗുരു പറയുന്നുണ്ട്, കാലാശ്രയം എന്നായി അണയുന്നോർക്കനുകൂലൻ, ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ. ഭഗവാനെ, അങ്ങയുടെ പാദങ്ങൾ മാത്രമാണ് ശരണമെന്ന് കരുതി അണയുന്നവർക്ക് അങ്ങ് അനുകൂലനാണ്. അങ്ങ് മോക്ഷത്തെ പ്രദാനം ചെയ്ത് ഈ സംസാര സാഗരം എളുപ്പത്തിൽ തരണം ചെയ്യാൻ സഹായിക്കുന്നു. പക്ഷെ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ, അധാർമിക വൃത്തികൾ ചെയ്യുന്നവരോട് അങ്ങ് ഏറ്റവും പ്രതികൂലനാണെന്ന് ഗുരു അവിടെ പറഞ്ഞു വെച്ചത് എന്തിനാ? ഇത് ഈ ആശയമൊക്കെ തന്നെയാ. മനുഷ്യരുടെ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ശിക്ഷ കൽപ്പിച്ച് വിധിക്കുന്നവൻ കൂടിയാണ് ശിവൻ എന്ന് വേദം പറയുന്നു. അപ്പോ ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യം ആത്മീയമായ ഉന്നതിയാണ് കേട്ടോ. ഭൗതികമായ ഉന്നതി നേടിയിട്ട് ഇവിടുന്ന് പോവുക എന്നുള്ള, എല്ലാം സ്വസ്ഥമാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോവുക എന്നുള്ളതല്ല. ആത്മീയമായ ഉന്നതി നേടുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ ചെലവഴിക്കേണ്ടത്. അങ്ങനെ മാത്രമാണ് നമുക്ക് ജന്മനിവൃത്തി വരുത്താനും ജന്മം കൊണ്ടുള്ള പുണ്യം സമ്പാദിച്ച് ശ്രേഷ്ഠത സമ്പാദിച്ചു പോകാനും ശ്രേയസിലേക്ക് എത്താനും ഒക്കെ സാധ്യമാകുകയുള്ളൂ. ശ്രേയസ് ചോദിച്ചോളൂ. ഭൗതിക സുഖഭോഗങ്ങളും ഭൗതിക സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്രേയസിലേക്കുള്ള വഴി പോലും എത്തുകയുള്ളൂ അല്ലെ. ആഹാരം കഴിക്കാതിരുന്ന ഇത് പറയാൻ പറ്റുമോ അല്ലെ? അപ്പൊ എല്ലാം നമുക്ക് വേണം, പക്ഷെ അതിനോടൊപ്പം ലക്ഷ്യം മറന്നു പോകരുത്. ആത്മീയ ഉന്നതിയായിരിക്കണം ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യം എന്ന് നമ്മൾ മറന്നു പോകരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് വ്യാഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ, മനുഷ്യന്റെ ഈ രുദ്രത്വം എന്ന് പറഞ്ഞ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം എന്ന് പറഞ്ഞല്ലോ. ദുഃഖത്തിനിടയാക്കുന്ന ഭാവം എന്നും പരമാത്മസത്യം എന്നും നമ്മൾ 2 തരത്തിൽ അർത്ഥം പറഞ്ഞു. അപ്പോൾ എന്തിനാ ഗുരു ഇത് പറയുന്നതെന്ന് വെച്ചാല്,
വേദനിക്കുന്ന കുറേ ഏഴകളുടെ കണ്ണീര് കണ്ടിട്ടാണ് അവിടുത്തെ ഉള്ളിൽ നിന്ന് ഊറി വന്ന കൃതികൾ അത്രയും. ലോകസംഗ്രഹ പ്രവർത്തനങ്ങളും ക്ഷേത്രങ്ങളും മഠങ്ങളും എല്ലാം തന്നെ അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോ ദുഃഖം മനുഷ്യ സഹജമാണ്. എത്രയേറെ സങ്കീർണതയിലൂടെയാണ് ഓരോ മനുഷ്യ ജീവിതവും കടന്നു പോകുന്നത്. ഓരോരുത്തരും ഇപ്പൊ നമ്മൾ നോക്കും, ആർഭാടത്തോടെ ജീവിക്കുന്നവര്, ധാരാളം ആരാധകരുള്ള സെലിബ്രിറ്റികളുടെയൊക്കെ ലൈഫിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ശാന്തിയുടെ ഒരു കണിക പോലും എങ്ങും അനുഭവിക്കുന്നുണ്ടാവില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോ പുറത്ത് നിന്നു കിട്ടുന്നത് ആഡംബരങ്ങളിലോ ആർഭാടങ്ങളിലോ പ്രൗഢിയിലോ സമ്പത്തിലോ ഒന്നും മനുഷ്യന് സമാധാനം തരുന്നത്, ശാന്തി തരുന്നതോ ഒന്നുമില്ല. ഒരു സംശയമില്ല അതിന്. അതുകൊണ്ട് ഗുരു ഉറപ്പിച്ച് പറഞ്ഞത്, സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ, ഇഹപര ലോകവുമില്ല തെല്ലുപോലും. ഈ ലോകം അനുനിമിഷം ഉണ്ടായി നിലനിന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരം എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ശരീരമാണ്. ഓരോ നിമിഷവും ചിലപ്പോൾ ഫോട്ടോ ഒന്ന് ചിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോ, കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ വെപ്പുപല്ല് കാണാൻ പറ്റും, ശരിയായി പല്ലൊന്നും കാണാൻ പറ്റില്ല, പോവും ഓരോന്നും, അല്ലെ? ഈ മുഖത്തിന്റെ ആ ഒരു തേജസ്സും ശരീരത്തിന് ഇങ്ങനെ ഇരുന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഇവിടെ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമ്മൾ താലോലിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മളത് വല്ലാതെ വേദനിപ്പിക്കും. പിന്നെയുള്ള ജീവിതം മുഴുവൻ ആ ഓർമ്മകളെ താലോലിച്ചുകൊണ്ടായിരിക്കും. എന്തിനാ നമ്മളിങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോ പറയാണ്, കാരണം എന്തുകൊണ്ടാ ഗുരു പറഞ്ഞത് ഇവിടെ സുഖമില്ല ദുഃഖം മാത്രമേ ഉള്ളെന്ന്? കാരണം പകലിരവൊന്നും അറിഞ്ഞതില്ല പോറ്റി. 4ാമത്തെ വരി കൊണ്ട് ഗുരു പറയാ, ഭഗവാനെ ഞാൻ സത്യാസത്യങ്ങൾ വേർതിരിച്ചറിഞ്ഞിട്ടില്ല. പകലെന്ന് പറഞ്ഞ സത്യം, ഇരവെന്ന് പറഞ്ഞ അസത്യം. ഞാൻ ഈ അസത്യത്തിനെയാണ് സത്യം എന്ന് കരുതി പിടിച്ചോണ്ടിരുന്നത്. അവര് പോയപ്പോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പരിചയപ്പെട്ട, ഒരു പ്രശ്നവും ഭൗതികമായി നോക്കുമ്പോഴോ ഒന്നുമില്ല, ശാരീരികമായി നോക്കുമ്പോഴോ ഇല്ല. പക്ഷെ ജീവിതത്തിൽ സ്ട്രെസ് മാറിയിട്ട് സമയമില്ല. എന്തിനൊക്കെയോ കുറിച്ച് അവലാതിപ്പെടുകയാണ്. നമ്മുടെ കയ്യിലല്ല നമ്മുടെ ജീവിതം എന്ന് ആദ്യം അറിയുക. നമ്മുടെ കൂടെ വന്നവരല്ല നമുക്ക് സംരക്ഷണം അരുളുന്നത്. അവരള്ളിയിരുന്ന് ആ സംരക്ഷണം നമുക്ക് എന്നും ഉണ്ടാകുമെന്ന് നമ്മൾ എന്തിനു വിശ്വസിച്ചു? അവിടെയൊക്കെയല്ലേ നമുക്ക് തെറ്റ് വന്നിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും അതീതമായ ഒരു ശക്തിയാണ് ഇതെല്ലാത്തിനെയും ഉണ്ടാക്കി നിലനിർത്തി മറയ്ക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെല്ലാത്തിനോടും അടുത്താൽ നമ്മൾ പതിച്ചു പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ദുഃഖം മാറ്റാനാണ് ഗുരുദേവ കൃതികൾ തന്നത്. നമുക്ക് മനുഷ്യജീവിതത്തിന്റെ ദുഃഖം മാറ്റാനാണ്. ഒത്തിരി കരച്ചിലുകൾ ഗുരു കണ്ടിട്ടുണ്ട്. അപ്പൊ പറയാണ്, നമുക്ക് സുഖമെന്ന് കരുതി വെച്ചിരിക്കുന്നതെല്ലാം ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും കാണുന്നതാണ്. എപ്പോഴും അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗുരു നമ്മളോട് പറഞ്ഞത്, അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ സുഖം ഇമ്പം വന്നത് എപ്പോഴാ? അരുളാൽ വരും. അറിവാണ് സുഖം തരുന്നത്. യഥാർത്ഥ സുഖം നമുക്ക് തരുന്നത് അരുളാണ്. അറിവ് മാത്രമാണ് ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള മാർഗം. എഴുതി വെച്ചു. യഥാർത്ഥ അറിവ് എന്നൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ആ കണ്ണു പായിക്കുന്നുവോ, അകമ്പൊരുളിനെ ദർശിക്കാനുള്ള അറിവ് എന്ന് മനുഷ്യന് വരുന്നുവോ, അന്ന് അവന്റെ ദുഃഖത്തെ ഇല്ലാതാവും. അപ്പോൾ ഒരു ബേസിക് പോയിന്റായിട്ട് എഴുതി വെക്കുക, അറിവ് മാത്രമാണ് ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള മാർഗം. അറിവെന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്ന അറിവല്ല. അറിവ് നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണോ നമ്മുടെ ജീവിതം ബാക്കി സമയം കടന്നു പോണത്? അല്ല. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ള ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂ. അതല്ല അറിവ്. ആ അറിവ് എത്ര കൂടിയ മനുഷ്യർ ഇന്ന് ദുഃഖത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ? പക്ഷെ യഥാർത്ഥ അറിവ് നമ്മെക്കുറിച്ചുള്ള അറിവാണ്. നമ്മെക്കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സമസ്ത ചരാചരങ്ങളെയും കണക്ട് ചെയ്തിട്ടുള്ള അറിവാണ്. ആ അറിവ് നേടുക.
അപ്പോൾ അറിവ് മാത്രമാണ് ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള മാർഗം. സമ്പൂർണമായ ദുഃഖ നിവാരണം അറിവിലൂടെ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അരുളാൽ വരും. ഇത് വെറുതെ ഒരു ചൊല്ലിപ്പോകാനുള്ളതല്ല. അരുളാൽ വരും ഇമ്പം. എത്ര ജന്മം ചിന്തിച്ചാലും അർത്ഥം പൂർണ്ണമാകാത്ത വരികളാത്. അറിവാണ് നമുക്ക് സുഖം തരുന്നത്. അറിവ് വരുമ്പോൾ നമ്മുടെ ഉള്ളം അനുകമ്പയും ദയ സ്നേഹവും കൊണ്ട് നിറയും. അങ്ങനെയുള്ളവർക്ക് എവിടെ ദുഃഖം വരിക? അരുളാൽ വരും ഇമ്പം. നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദുഃഖാണ്. അപ്പൊ അത് തിരിച്ചു തന്നെ നമുക്ക് അത് തന്നെ കിട്ടും. നമ്മൾ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖാണ്. അപ്പൊ അത് നമ്മളിലേക്ക് ഉറച്ചുറച്ച് കിട്ടും. നമ്മൾ എവിടെയെങ്കിലും സുഖത്തെ താലോലിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ ആ പ്രകാശ ആത്മകതയെ എനിക്ക് അറിയണമെന്നെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ മാറ്റം, തെളിച്ചം വരും. കാരണം തെളിച്ചമുള്ളവർക്കേ തെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ആ വിളക്കിൽ നിന്ന് മാത്രമല്ലേ അനേകം വിളക്കുകൾ കത്തിച്ചെടുക്കാൻ പറ്റൂ. വിളക്കിന്റെ ഫോട്ടോയിൽ നിന്ന് വിളക്ക് കത്തിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ ഉള്ളം അറിവ് കൊണ്ട് നിറയുമ്പോൾ മാത്രമാണ് നമുക്കത് കരുണയുടെ രൂപത്തിലും ദയയുടെ രൂപത്തിലും സ്നേഹത്തിന്റെ രൂപത്തിലൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ അറിയണം. അപ്പൊ അതിനാദ്യം നമ്മൾ നമ്മെ അറിയുക. നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? സൊസൈറ്റിയെ നന്നാക്കാൻ ശ്രമിക്കും, മറ്റുള്ളവരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക. അവർ ചെയ്യണൊക്കെ തെറ്റ്, ഞാൻ ചെയ്യണൊക്കെ ശരി അല്ലെ? അതല്ല ചെയ്യേണ്ട. ആദ്യം നമ്മളിലുള്ള അറിവിനെ പ്രോജ്വലിപ്പിക്കുക. അതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് പറഞ്ഞ മതം ഏതായാലും മനുഷ്യൻ നന്നാവുക. ബേസിക്കലി ഒരു മനുഷ്യൻ നന്നാവുക. ഏത് മതത്തിൽ പെട്ടുകൊള്ളട്ടെ, ഏത് ലിംഗത്തിൽ പെട്ടുകൊള്ളട്ടെ, ഏത് ജാതിയിൽ പെട്ടുകൊള്ളട്ടെ, ഏത് വർഗത്തിലോ വർണ്ണത്തിലോ ദേശത്തിലോ എന്തുമായിക്കൊള്ളട്ടെ, ആത്യന്തികമായ ഒരു മനുഷ്യൻ നന്നാവുക. അതാണ് ഗുരു ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, അനുകമ്പാദശകൻ രചിക്കുന്നത് ആദ്യ ലോകമഹായുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിലാണെന്ന്. അതുപോലെ തന്നെ ഗുരുവിന്റെ ആ അനുകമ്പാദശകം പോലെയുള്ള കൃതികള് എല്ലാ ഭാഷയിലേക്കും തർജ്ജമ ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിനിരുന്ന് ആഹ്വാനം ചെയ്യുന്ന ആളുകളുടെയൊക്കെ ചെവിയിലേക്ക്, ഹൃദയത്തിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്രയോ മനുഷ്യർക്ക് ശാന്തവും സമാധാനവുമായി ലോകത്ത് ജീവിക്കാമായിരുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഗുരുവിന്റെ വാക്കുകൾ അനുഭവിക്കാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലൊന്നും അവരൊന്നും ചിന്തിക്കില്ലായിരുന്നു, അല്ലെ? ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ല. അതാണ്. അപ്പോ ഇവിടെ അൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും, ഹൃദയത്തിൽ നിന്ന് അൻപകന്നു പോകുമ്പോഴാണ് എന്ത് വരുന്നത്? അല്ലല് വരുന്നത്, ദുഃഖം വരുന്നത്. ഇരുൾ അൻപിനെ മാറ്റും. ഇരുട്ടാണ്, അജ്ഞാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള കരുണയെ എടുത്തു കളയുന്നത്. ഇരുട്ട് കരുണയെ എടുത്തു കളയുന്നതുകൊണ്ടാണല്ലോ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്തത്, ഭർത്താവിനെ കൊല്ലാൻ മടിയില്ലാത്തത്, അമ്മയെയും ജന്മം നൽകിയ അമ്മയെയും അച്ഛനെയും ഒക്കെ കൊല്ലാൻ മടിയില്ലാത്ത എന്തുകൊണ്ടാ? ഇരുട്ട്, അജ്ഞാനം, സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആ ത്വര മനുഷ്യന്റെ മറ്റെല്ലാ നന്മകളെയും എടുത്തു കളയുന്നു. അതാണ് ഗുരു പറഞ്ഞ അല്ലലിൻ കരുവാകും. ഇരുട്ട് അല്ലലിന്റെ ആപത്തിന് കരുവാകുകയും കരുവാമിതേതിനും മറ്റെല്ലാ അനർത്ഥങ്ങൾക്കും കാരണമായി മാറുന്നു. അപ്പൊ എല്ലാത്തിനുമുള്ള മരുന്ന് ഗുരു നമുക്ക് തന്നിട്ടുണ്ട്. അനുകമ്പ, ദയ, സ്നേഹം, സത്യം, ധർമ്മം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളായി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ദുഃഖസാഗരത്തിൽ പതിച്ചു പോവുകയില്ല. ഈ ലോകസാഗരത്തെ നമുക്കൊന്ന് തരണം ചെയ്യാനുള്ള വഴി എളുപ്പമായിരിക്കും. ജീവതാരക മന്ത്രമായി നമ്മൾ ഗുരുവിന്റെ കൃതികളെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ സൂത്രത്തെ മുൻനിർത്തി പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞു. ആദ്യം രുദ്രത്വം എന്നതിനെ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം എന്ന് അർത്ഥം പറയാമെന്ന് പറഞ്ഞു. രണ്ടാമതൊരു അർത്ഥം പറഞ്ഞത് പരമാത്മ സത്യം അല്ലെങ്കിൽ ആദിമസത്ത എന്ന അർത്ഥം കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആദിമസത്യം അല്ലെങ്കിൽ പരമാത്മ സത്യം എന്ന അർത്ഥത്തിൽ ഇതിനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കണം? ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും. ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയുന്ന വസ്തു, ത്രിപുടി അല്ലെ? ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, ഇവ ഓരോന്നും എടുത്ത് പ്രത്യേകം പ്രത്യേകം തിരഞ്ഞാൽ
ആരാഞ്ഞാൽ. ഈ തിരയലാണ് ഗുരുവിന്റെ കൃതികളിലാകവേ ഉള്ളത്. ഇതിന് ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം തിരഞ്ഞാൽ നമ്മൾ ചെന്ന് എവിടെ അവസാനിക്കും? രുദ്രത്വത്തിൽ അഥവാ പരമാത്മ സത്യത്തിൽ ചെന്നെത്തും. ആ രീതിയിൽ നമുക്ക് അതിന്റെ അർത്ഥം എടുക്കണം. അതുകൊണ്ട് ഗുരു ആരായണം ഓർക്കണം എന്ന് ഗുരു എപ്പോഴും പറഞ്ഞു തരികയല്ലേ അല്ലേ? നമ്മുടെ വചനങ്ങളെ നിങ്ങൾ യുക്തിപൂർവം പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ വാക്കുകൾ വെറുതെ ഒന്നും എടുത്ത് നിങ്ങൾ വിശ്വസിച്ച് അങ്ങ് പഠിക്കണമെന്നോ ഒരാൾക്കും നിർബന്ധമില്ല. പക്ഷേ അതിനെ യുക്തിപൂർവം ആരാഞ്ഞ് പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഋഷിയാണ് ഗുരു. ഞാൻ പറയുന്നതാണ് സത്യം, ഇവിടെയാണ് സ്വർഗം എന്നല്ല ഗുരു പറയുന്നത്. യുക്തിയിലിട്ട് ചിന്ത ചെയ്യൂ, ആരായൂ, ഓർക്കൂ, ഗുരു അതാ പറയണത്. അപ്പോ ഇങ്ങനെ ഓരോന്നിനെയും, ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും അറിയുന്നവനായ ഞാൻ ആര്? അറിയുന്ന വസ്തു എന്ത്? ഈ അറിവ്. ഇതിന് മൂന്നിനെയും നമ്മൾ ഓരോന്നും എടുത്ത് വിചാരം ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്നത് ആ പരമമായ അറിവിലാണ്. ഏതറിവിലെത്തും അപ്പൊ നമുക്ക്? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്ന സത്യം ഏതാ? സ്രഷ്ടാവ് നീ തന്നെയാണ്, സൃഷ്ടി എന്ന കർമ്മം നീ തന്നെയാണ്, സൃഷ്ടിച്ച വസ്തുക്കൾ നീ തന്നെയാണ്, സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാമഗ്രിയും നീ തന്നെയാണ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് നീ തന്നെ. അതുകൊണ്ട് നീ ഉപയോഗിച്ച് സൃഷ്ടിച്ചു വെച്ചേക്കണം നീ തന്നെ. നേഹ നാനാസ്തി കിഞ്ചന, അവിടെ അല്പം പോലും പലതില്ല, ഒന്നേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഈ ജ്ഞാനത്തിൽ എത്തുന്ന അവസ്ഥയ്ക്കാണ് രുദ്രത്വം, പരമാത്മ സത്യത്തിൽ എത്തുക എന്നുള്ളത് അല്ലേ? അപ്പൊ അറിയുന്നവനെ എങ്ങനെ തിരയും? അറിയുന്ന ഞാൻ എന്നെ എങ്ങനെ തിരയും? അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം. ഒരു പറഞ്ഞു തന്നില്ലേ? ഞാൻ എന്നെ തിരയുമ്പോൾ ഒരു നമുക്ക് പറഞ്ഞു തരുന്ന, കത്തിച്ചു വെച്ചേക്കുന്ന വിളക്കാണ്. നീ അതിലൂടെ സഞ്ചരിക്കൂ. ഗുരുവിന്റെ കൃതി വായിച്ചാലൊന്നും നമുക്ക് മോക്ഷം കിട്ടില്ല. ഈ കൃതി നമ്മുടെ ഉള്ളിലേക്ക് എത്തണം. എത്തി ആ വിളക്ക് നമ്മളുടെ പ്രകാശമായി നമ്മൾ തന്നെ അതിനെ പ്രോജ്വലിപ്പിക്കണം. ഒരു ഒരു സൂക്ഷ്മമായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട ഒരു ഗുഹ, നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഗുഹ, അതിൽ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ ഒരു വിളക്ക് മാത്രമേ കത്തിച്ചു വെച്ചിട്ടുള്ളൂ. ആ വിളക്കിന്റെ പ്രകാശത്തിൽ അവിടെ എത്തേണ്ടത് നമ്മളാണ്, ഓരോരുത്തരുമാണ്. ആർക്കും അവിടെ കൊണ്ടേയിരുത്താൻ പറ്റില്ല. അപ്പൊ ഗുരു അതിന് നമുക്ക് പോകേണ്ട വഴി ഉപദേശിച്ചു തരികയാണ്. ഗുരു പറയാണ്, അറിയുന്നവനെ എങ്ങനെ തരയാം? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം. അല്ലേ? ഇവിടെ ഓരോ മുറിയിലിരുന്ന് മനുഷ്യൻ ചിന്തിച്ചു കൂട്ടുക, എങ്ങനെ കത്തിച്ചു കളയുക. ഈ പ്രകൃതി, ഈ ഭൂമി നമുക്ക് തന്ന മാനുഷിക വിഭവങ്ങളെ കത്തിച്ചു കളയാനും നശിപ്പിക്കാനും ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? ആർക്കാണ് അവകാശം? അല്ലേ? മനുഷ്യന്റെ പുരോഗതിയെ കുറിച്ചല്ല ഇന്ന് ചിന്ത. എങ്ങനെ അവരെ നശിപ്പിക്കാം? ഭഗവാൻ ഇനിയൊരു ശരീരവുമായി ലോകത്തേക്ക് വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഭഗവാനോട്. അപ്പോ അവനും ഇവനും നീയും ഞാനും എല്ലാം ഒരേ ഒരു ആത്മസ്വരൂപം തന്നെ എന്ന് ഋഷിമാര് നമ്മളോട് പറഞ്ഞു തരിക. എനിക്ക് വേദനിക്കുന്ന പോലെ തന്നെ അവനും വേദനിക്കും കൊല്ലുമ്പോ. എന്റെ രാജ്യത്തിൽ ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിൽ എന്റെ രാജ്യത്ത് എന്ത് വേദനയാണോ വരുന്നത് അത് ആ രാജ്യത്തും ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കി. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം. അവനവന് ആരാന്ന് ചിന്തിക്കുമ്പോ ഇത് നമുക്ക് ബേസാണ്. ഇനി അറിവിനെ ചിന്തിക്കുമ്പോഴോ, ജ്ഞാതാവിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ ഗുരു പറഞ്ഞു. ജ്ഞാനത്തെ സൂചിപ്പിക്കുമ്പോഴോ എന്താ? അറിവഹം എന്നത് രണ്ടുമേകമാം. അറിവെന്ന് പറഞ്ഞാലും ജ്ഞാനെന്ന് പറഞ്ഞാലും ഒന്നാണ്. എന്നോടുകൂടെ അല്ലാതെ ജ്ഞാനം വേറിട്ട് ഇരിക്കുന്നില്ല. ആവരണം ഒഴിഞ്ഞവന്, അജ്ഞാനം മാറിയവന് അറിവെന്ന് പറഞ്ഞാലും ജ്ഞാനെന്ന് പറഞ്ഞാലും ഒന്ന്. അന്യനുണ്ട് വാദം. അജ്ഞാനം മാറാത്തവരാണ് എന്റെ അറിവ്, നിന്റെ അറിവ്, എന്റെ ഗ്രൂപ്പ്, നിന്റെ ഗ്രൂപ്പ്, എന്റെ ഗ്രൂപ്പിലിട്ടത് നീ എന്തിനാ നിന്റെ ഗ്രൂപ്പിലിട്ടതെന്നൊക്കെ നമ്മൾ ചോദിക്കണേ എന്തുകൊണ്ടാ? ഞാനും ഈ അറിവും വേറെ വേറെ എന്ന് കരുതുന്നതുകൊണ്ടാണ്. അപ്പൊ ഗുരു പറയാ, അറിവഹം എന്നത് രണ്ടുമേകമാം. അറിവെന്ന് പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്.
അറിയുന്നവനോട് കൂടി തന്നെയാണ് അറിവിരിക്കുന്നത് എന്ന് ഗുരുവിന്റെ കൃതികൾ നമുക്ക് പ്രമാണം. ഇനി അറിയപ്പെടുന്നതിനെ പറയുമ്പോഴോ, പ്രപഞ്ചത്തെ പറയുമ്പോഴോ, നിങ്ങൾ അറിവെന്ന കൃതി എടുത്ത് നോക്കൂ. 16 ശ്ലോകമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ വരിയും അറിവ് 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 അറിവെന്നാണ് തുടങ്ങണത്. അപ്പൊ അതിൽ ഗുരു പറയുന്നുണ്ട്, അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം. അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ, കാണില്ല. ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവരൊരു കണത്തെ മാത്രമേ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് പഞ്ചഭൂത മൂല തന്മാത്രകളെ മാത്രമേ കണ്ടെത്തിയുള്ളൂ. അത് എവിടെ നിന്ന് വന്നെന്ന് കണ്ടെത്താനായിട്ടില്ല, അല്ലേ? അപ്പോൾ അത് ഒരു പറയുക, അറിയപ്പെടും അത് വേറല്ല. ശാസ്ത്രലോകം ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ, അറിവായിടും തിരഞ്ഞിടും നേരം. ആ മൂലഭൂത തന്മാത്രകളുടെ കാരണം ആ പരമാത്മ സത്യം തന്നെയാണെന്ന് കണ്ടെത്തിയവരാണ് ഋഷീശ്വരന്മാര്. അപ്പോ അങ്ങനെ രുദ്രത്വം പരമാത്മസത്യം എന്ന അവസ്ഥയിലേക്ക് നമുക്ക് രുദ്രത്വത്തെ കൊണ്ടുവരണമെങ്കിൽ ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും പ്രത്യേകം 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 എടുത്ത് തിരയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ആ പരമാത്മസത്യത്തിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ ആസീത് എന്ന പദം വെറുതെ ഒന്ന് എഴുതി വെക്കുക. ആസീത്, ആയിരുന്നു, ഉണ്ടായിരുന്നു. വാസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വാസ് എന്നുള്ള അർത്ഥമാണ്. WAS, വാസ്. ഇനി അതിന്റെ ഈസ് പ്രസന്റ് ടെൻസ് പറയുമ്പോഴാണ് അസ്തി, ഉണ്ട്. ആസീത്, ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ. അപ്പൊ ഇവിടെ ശ്രുതിയിലെ, അതായത് വേദത്തിലെ ആസീത് എന്ന പദത്തിന് ആദിയിലേ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് എല്ലായിടത്തും കൊടുക്കുക. ആദിയിലേ ഉണ്ടായിരുന്നു, സൃഷ്ടി ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആസീത് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെ? വേദങ്ങളിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പരാമർശം വരുമ്പോൾ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ആസീത്. ഗുരുവിന്റെ ദർശനമാല തുടങ്ങുന്നത് തന്നെ ആസീത് എന്ന പദം കൊണ്ടാണ്. ആസീത് അഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. പരമേശ്വരൻ സ്വന്തം സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നാമരൂപരഹിതമായ പ്രപഞ്ചത്തെ നാമരൂപസഹിതമായി സ്വസങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തുടങ്ങുന്നത് ആസീത് എന്നുള്ള പദം കൊണ്ടാണ്, അല്ലെ? അതുപോലെ തന്നെ പറയുന്നുണ്ട് ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിലെ 6-ാം ശ്ലോകത്തിൽ ഗുരു അത് തന്നെ പറയുന്നത്, ആസീത് പ്രകൃതിരേവേദം യഥാദോ യോഗവൈഭവ വ്യതനോദത യോഗീവ സിദ്ധിജാലം ജഗത്പതി. എന്താ നോക്കിയേ ഭഗവാന്. ആസീത് പ്രകൃതിരേവേദം യഥാദൗ യോഗവൈഭവ വ്യതനോദത യോഗീവ സിദ്ധിജാലം ജഗത്പതി. ആദൗ ഉണ്ട്, ആദൗ സൃഷ്ടേഹേ അല്ല സൃഷ്ടി സമയേ സൃഷ്ടികാലേ യഥാ യോഗവൈഭവ, എപ്രകാരമാണോ ഒരു യോഗിയിൽ യോഗസിദ്ധികൾ യോഗവൈഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്, അതുപോലെ ഇതം ഈ പ്രപഞ്ചം പ്രകൃതിയേവ ആസീത്, ഈശ്വര പ്രകൃതിയായി സ്ഥിതി ചെയ്തിരുന്നു. യോഗിയിൽ യോഗവിദ്യ യൗകികമായ സിദ്ധിവിശേഷം എപ്രകാരമാണോ അന്തർലീനമായിരുന്നത്, അതുപോലെ ഈശ്വര പ്രകൃതിയായി സ്ഥിതി ചെയ്തിരുന്നു ഈ പ്രപഞ്ചം. എന്നിട്ട് അത് യോഗി സിദ്ധിജാലം ഇവ ജഗത്പതി വ്യതനോത്. യോഗി എങ്ങനെയാണോ തന്റെ സിദ്ധിജാലങ്ങൾ പ്രകടമാക്കുന്നത്, അതുപോലെ ജഗതീശ്വരൻ ഇതിനെ വ്യതനോത്, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നാമരൂപങ്ങളാക്കി വ്യതനോത് വേർതിരിച്ചു, നാനാത്വമുള്ളതാക്കി മാറ്റി. അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ ആസീത് എന്ന പദത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗുരുദേവ കൃതികളിലുടനീളം ഈ ആസീത് കാണാം. ഋഷി ഭാഷയാണ്, ആദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ കൂടുതലായും ഈ ആസീത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഏതായാലും ഇനി ഇതുവരെയും വിചാരം ചെയ്ത സൂത്രങ്ങൾ അത്രയും ഒന്ന് ആശയവും പദവും പദച്ഛേദവും എല്ലാം പഠിച്ചതിന് ശേഷം ഏകൈകൻ രുദ്രത്വം ആസീത് എന്നുള്ളത് സൂത്രം അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് എല്ലാം പഠിച്ചു വയ്ക്കുക. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി.